2025 മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. രാജ്യത്ത് ആദ്യമായിട്ട് വയോജന കമ്മീഷൻ ബില്ല് പാസാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. വയോജന കമ്മീഷൻ ബില്ല് പാസാക്കിയ സംസ്ഥാനം കേരളമാണ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്താണ്? മൻമോഹൻ സിംഗ് സർക്കാർ വന്നപ്പം ആരംഭിച്ചൊരു പദ്ധതിയാണ്. 100 തൊഴിൽ ദിനങ്ങൾ തൊഴിലില്ലാത്തവർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. 2025 മാർച്ചിൽ ഒരു ദിവസത്തിൽ കിട്ടുന്ന തൊഴിലുറപ്പിന്റെ വേതനം പുതുക്കുകയുണ്ടായി. അപ്പൊ നിലവില് കേരളത്തില് ഒരു ദിവസം കിട്ടുന്ന തൊഴിലുറപ്പ് വേതനം, പുതുക്കിയ വേതനം എന്ന് പറയുന്നത് 369 രൂപയാണ്. ഹരിയാനയിൽ 400 രൂപയാണ്. ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത്. എന്നാൽ ഏറ്റവും കുറവ് വേതനം നൽകുന്നത് നാഗാലാൻഡിലും ആന്ധ്രാപ്രദേശിലുമാണ്. 241 രൂപയാണ്. കേരളത്തിലെ ഫസ്റ്റ് ISO സർട്ടിഫൈഡ് താലൂക്ക് ഓഫീസ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് താലൂക്ക് എന്ന് പറയുന്നത്, താലൂക്ക് ഓഫീസ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക് ഓഫീസാണ്. പാമ്പുകടിയേറ്റ് മരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വനംവകുപ്പ് ആരംഭിച്ചൊരു ആപ്ലിക്കേഷനാണ് സർപ്പ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സർപ്പ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് ആണ്. അപ്പൊ സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് ആണ്. 2025 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്കാണ്. 2025 കടമ്മനിട്ട പുരസ്കാരം ഡോക്ടർ എം ലീലാവതി. 2024 ബാലസാഹിത്യ പുരസ്കാരം കഥ നോവൽ വിഭാഗത്തിൽ നേടിയത് ഭൂതം എന്ന് പറയുന്ന നോവലിനാണ്. വിമീഷ് മണിയൂർ എഴുതിയ നോവലാണ് ഭൂതം എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് നോക്കിയാണ് ഭൂതം. 2024 ബാലസാഹിത്യ പുരസ്കാരം നേടിയ കഥാ നോവൽ വിഭാഗം എന്ന് പറയുന്നത് ഭൂതം എന്ന് പറയുന്ന രചനയ്ക്കാണ്.